നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജനപ്രിയ പദ്ധതിയായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധി 6000 രൂപ വർഷം ലഭിക്കുന്ന കർഷകർ ശ്രദ്ധിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ്. ആനുകൂല്യം 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് കടക്കുന്നു. അതിൻ്റെ വിതരണം ഈ മാസത്തോടെ ഉണ്ടാകുമെന്നുള്ള സൂചനയും വന്നു കഴിഞ്ഞു. എന്നാൽ ആ വിതരണത്തിന് മുന്നോടിയായിട്ട് ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു പ്രത്യേക മുന്നറിയിപ്പാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. അതായത് നമ്മളിൽ പലരും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്തിട്ടില്ല എന്നൊരു അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. 68,000-ന് മുകളിൽ കർഷകരുടെ ഒരു എണ്ണമാണ് സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് 50,000-ൽ താഴെയും ചില സംസ്ഥാനങ്ങളിൽ 1,00,000-ന് മുകളിലുമുണ്ട്. പക്ഷേ നമ്മളുടെ സംസ്ഥാനത്തിൽ 68,000-ഓളം വരുന്ന കർഷകർക്ക് ആനുകൂല്യം മുടങ്ങുക എന്ന് പറയുമ്പോൾ വലിയൊരു നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ കർഷകരും സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതായിട്ട് വരും. അതായത് ആധാർ വെബ്സൈറ്റിലാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് അറിയാൻ സംവിധാനമുള്ളത്. ആ രീതിയിൽ അത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കണം. മുൻപ് ആനുകൂല്യം മുടങ്ങിയിട്ടുള്ള കർഷകരും ഇതേ രീതിയിൽ ചെക്ക് ചെയ്യണം. അതോടൊപ്പം 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കാത്തിരിക്കുന്ന എല്ലാ കർഷകരും ഈ ഒരു സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചേക്കുക. കാരണം ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തി നമ്മളാണോ എന്ന് ഇത് പരിശോധിച്ചെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ആക്റ്റീവ് ആണെങ്കിൽ മറ്റ് തടസ്സങ്ങളില്ല. മുൻപ് ഈ KYC ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു തടസ്സവും കൂടാതെ 2000 രൂപ അക്കൗണ്ടിലേക്ക് കയറുന്നതുമായിരിക്കും. ഇന്ന് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു അറിയിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന കാര്യം വരും ദിവസങ്ങളിൽ തന്നെ എത്രയും വൈകാതെ ഈ ഒരു സ്റ്റാറ്റസ് പരിശോധിച്ച കാര്യങ്ങൾ സേഫ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി അതുമാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ആനുകൂല്യം മുടങ്ങിയ കർഷകർക്ക് കഴിഞ്ഞ ദിവസം 2000 രൂപയുടെ വിതരണം സർക്കാർ നടത്തിയിട്ടുണ്ട് എന്നും ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാ കർഷകരും ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടാണ്. BPL റേഷൻ കാർഡിലേക്ക് അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 20ാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ റേഷൻ കടകളിലും സപ്ലൈകോയിലും എത്തിച്ചേർന്ന ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജോലി സമയ ക്രമീകരണത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. രാവിലെ 7 മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയക്രമീകരണമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ തന്നെ 8 മണിക്കൂർ എന്ന രീതിയിലായിരിക്കും ജോലി സമയം ക്രമീകരിക്കുന്നത്. എന്നാൽ ആ ഉച്ച സമയത്ത്, പ്രത്യേകിച്ച് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലിയിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ഇളവുകൾ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. അതിന് പകരം ബാക്കിയുള്ള സമയങ്ങൾ ക്രമീകരിച്ച് ജോലി ചെയ്യുന്ന, അതായത് 8 മണിക്കൂറോളമൊക്കെ ജോലി ചെയ്യുന്ന രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഈ സമയത്ത് നൽകിയിട്ടുള്ളത്. വിവിധ മേഖലകളിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വീണ്ടും സൂര്യതാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളൊക്കെ വരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ തന്നെയാണ് നിലവിൽ പുറം ജോലിയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ദിവസവേതനത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർക്ക് വേണ്ടി പുതിയ നിർദ്ദേശം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് തൊഴിലുറപ്പ് പ്രവർത്തികളൊക്കെ ചെയ്യുന്നവർ, അതോടൊപ്പം തന്നെ മറ്റ് നിർമ്മാണ മേഖലയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾ, അതോടൊപ്പം തന്നെ മറ്റ് റോഡ് നിർമ്മാണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരെല്ലാം തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും നമ്മളുടെ ലേബർ ഓഫീസർമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. അതല്ല എങ്കിൽ കൃത്യമായിട്ട് പഞ്ചായത്തിൽ ഈ വിവരങ്ങൾ അറിയിക്കുകയും സമയക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.